അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രത്യേക സർക്കാരുകൾ കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിലുള്ള ഓരോരോ പ്രവൃത്തിയിലുമുള്ള അദ്ദേഹത്തിന്റെ ഒരു താരതമ്യമാണ്. ആ താരതമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മൾ എന്താ കരുതുന്നത്? അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെയാണ് വിമർശിക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അതിന് മറച്ചു പറയണം എന്നാണ് പറയുന്നത്. കർണാടകത്തിലെ സർക്കാരിനെയാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു പറയണം എന്നാണോ? അങ്ങനെയില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് മുഴുവനും ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനും കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം എങ്ങനെയാണ് മഹത്തരമാകുന്നത്, എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത്, ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതൊരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏത് അർത്ഥത്തിലാണെന്ന് അറിയുമോ? നമുക്ക് ഈ പറയുന്നത് പോലുള്ള ഉപജാപക വൃന്ദം ഉണ്ടാവുക, നമ്മളെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടാരം വിദൂഷകർക്ക് സമാനമായിട്ടുള്ള മന്ത്രിമാരുണ്ടാവുക, നമ്മളെ പ്രകീർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഈ കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയൊക്കെ തന്നെ കവിതകൾ എഴുതുക, വീഡിയോ ഉണ്ടാക്കുക, ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രകീർത്തിക്കുന്ന വാക്കുകളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരമോ ആശയപരമായിട്ട് ഘടനാപരമായിട്ട് ഇല്ലാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ടാണ് EMS താരതമ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കമ്പയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ നെഹ്റുവിനെ കമ്പയർ ചെയ്താൽ പോരെ. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് EMS എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അത് EMSനെ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് അദ്ദേഹം ആയതുകൊണ്ടല്ല. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ള ഒരാൾ സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ മനുഷ്യ, നിങ്ങൾ അതല്ല ചെയ്യുന്നത്, നിങ്ങൾ ഇനിയും തിരുത്താനുണ്ട്, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള ഉപജാപക വൃന്ദത്തിനിടയിലാണ്, നിങ്ങളെ പാടി പുകഴ്ത്തുന്ന ആൾക്കാർ അവിടെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമ്മളെന്താണ് ഈ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ഔദാര്യത്തിന്റെ കഷണങ്ങൾ, അത്തരത്തിലുള്ള ഔദാര്യത്തിന്റെ തുണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകീർത്തിച്ച് പറയുന്ന ആൾക്കാർക്ക് റിവാർഡ്. ഇപ്പൊ നമ്മൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി അനുകൂലിച്ചുകൊണ്ടോ പിണറായി വിജയൻ സൂര്യനാണ് എന്ന് പറയുന്ന ആൾക്കാർക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം, അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ആൾക്കാണെങ്കിൽ സാഹിത്യം, അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട ആൾക്കാണെങ്കിൽ ഒരു അഡീഷണൽ വകുപ്പ്, ഈ രീതിയിലത്തേക്കുള്ള ഈ നമ്മൾ ഈ പറയുന്ന അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഇവിടെ വീതം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണാത്ത ഒരാളാണ് ശ്രീ MD വാസുദേവൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയായിരിക്കും. അദ്ദേഹവും നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളാണ്, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ബോധമുള്ളയാളാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതെല്ലാം അദ്ദേഹം മനസ്സിലിട്ട് ചിന്തിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഭാവന എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കറിയാം. അത്രത്തോളം ഭാവന സമ്പുഷ്ടമായിട്ടുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കാലാതിവർത്തികളായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതാനായിട്ടും കഥകളും സാഹിത്യവും ഒക്കെ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. അത് ഏത് സർക്കാരിന് ബാധകമാണ് എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീ EP ജയരാജന്റെ ഒരു ഡിഫൻസ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, ഒന്ന് ആരാധകർ, രണ്ട് പോരാളികൾ. ഇവിടെ ആരാണ് പോരാളി? ഇപ്പൊ ഇത് വന്നിരിക്കുന്ന സമയത്ത് അതായത് മോദി സർക്കാരിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തോ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് അയാൾ അവിടെ ഒരു പോരാളിയായി മാറുകയാണ്. ഇപ്പൊ ഈ സമയത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പോരാളികളല്ലേ. ആരാധകർ കേരള CM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ എന്ന് പറയുന്നു, പിണറായി വിജയൻ സൂര്യനാണ്, അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞു പോകും എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു പ്രകീർത്തിക്കുന്ന വാക്യം പോലുമല്ല, നേരെ മറിച്ചത് ഒരു ഭീഷണിയാണ്. അതായത് അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയാണ്. അപ്പോൾ ആരൊക്കെയോ ആരാധകരായിട്ടുള്ള ആൾക്കാർ ഒരു പാട്ടുണ്ടാക്കുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർ പോരാളിയായി മാറുന്നു. അതേപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വ്യക്തിപൂജകളൊന്നും ഇല്ലാത്ത ഒരു പാർട്ടിയിൽ P ജയരാജനോ VS അച്യുതാനന്ദനോ അത് ബാധകമാകാതിരുന്ന ഒരു സമയത്ത് ശ്രീ പിണറായി വിജയന് മാത്രം ബാധകമാകുന്ന സമയത്ത് അങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, അവർ ഇത്തരത്തിലുള്ള രചനകൾ നടത്താം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ലൈക്ക് ടു ലൈക്ക് കമ്പാരിസൺ എവിടെയാണ്? P ജയരാജനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി ഒരു 3 അംഗ കമ്മിറ്റിയെ വെച്ച് അത് അന്വേഷിച്ച് അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവത്തെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനം ഉണ്ടായിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ജാഗ്രത ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചതാണ്. ഇതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചതാണ്. ഇന്ന് അത് അന്വേഷിച്ചിട്ടുണ്ടോ? ശ്രീ EP ജയരാജൻ അതിനെപ്പറ്റി അന്വേഷിച്ചോ? ശ്രീ MV ഗോവിന്ദൻ അന്വേഷിച്ചോ? ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ കൊണ്ടുവരുന്നത് എന്ന് അന്വേഷിച്ചോ? നമ്മളാരും കണ്ടില്ലല്ലോ. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഒരാളിന് ഒരു നീതി, മറ്റൊരാളിന് വേറൊരു നീതി. ഒരൊറ്റ പന്തിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഇലയിട്ട് വിളമ്പുക, രണ്ട് തരത്തിലുള്ള വിഭവങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അത് പറയാനായിട്ട് ഇവിടെ ഒരു നേതാവ് ഉണ്ടായി എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ നിങ്ങൾ കേട്ട് കണ്ണു തുറന്ന് കാത് തുറന്നത് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ മാറുകയില്ല. അപ്പൊ അങ്ങനെ മാറാതിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ്
തനിക്കുണ്ടായിരുന്ന തെറ്റിനെ പറ്റി അതിനെ അക്നോളജ് ചെയ്യുന്നതിനും അതിനെ തിരുത്തുന്നതിനും വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് EMS ആയിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് EMSന്റെ നടപടികളുമായിട്ടൊന്നും ആദ്യം പല വിഷയങ്ങളിലും യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അത് എപ്പോഴാണ് ആ രീതിയിൽ അദ്ദേഹത്തിനോട് ഒരു താല്പര്യം തോന്നിയത് എന്ന് വെച്ചാൽ തനിക്ക് പറ്റിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് പറയാനായിട്ടുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാർ ഇന്നില്ല എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയെ പറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റാലിനെ പറ്റിയാണ് എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള സങ്കല്പമാണ്. നമ്മൾ ഈ വിഷയത്തിനെ അക്നോളജ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നാണ് ശ്രീ അനിൽ ഞാൻ മനസ്സിലാക്കുന്നത്.